ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ജനുവരി 3, 2025. എല്ലാവർക്കും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് യു എയിലുള്ള ആളുകൾക്ക് സിക്ക് ലീവ് അഥവാ മെഡിക്കൽ ലീവിൻ്റെ പോളിസിനെ കുറിച്ചാണ്. പലരും കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടും പിന്നെ ഇതൊരു ന്യൂ ഇൻഫർമേഷൻ എന്നുള്ള നിലക്കും നിങ്ങൾ പലർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യു എയിൽ നമുക്ക് ഒരു ആൾക്ക് മെഡിക്കൽ ലീവ് കിട്ടാനുള്ള മിനിമം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രൊബേഷൻ പീരീഡ്, കോൺട്രാക്ട് പ്രകാരമുള്ള പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിരിക്കണം. പ്രൊബേഷനുള്ള ഒരാൾക്ക് മെഡിക്കൽ ലീവ് കിട്ടില്ല. ലീവ് എടുക്കാം, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ നോർമൽ പേ ഇല്ലാത്ത ലീവായിട്ടാണ് കണക്കാക്കുക. ഇനി പ്രൊബേഷൻ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മാക്സിമം അദ്ദേഹത്തിന് 90 ഡേയ്സ് 90 ദിവസത്തെ മെഡിക്കൽ ലീവിന് വരെ അർഹതയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം. ഇതിനകത്ത് ഈ 90 ദിവസം നമുക്ക് പേയ്മെൻറ്റോട് കൂടിയിട്ടുള്ളതല്ല. ആദ്യത്തെ 15 ദിവസം നമുക്ക് ഫുൾ പേ ആണ്. നമ്മുടെ സാലറി എത്രയാണോ ആ പൈസ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും തന്നിരിക്കണം എന്നുള്ളതാണ് യു എയിലെ റോള്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള 45 ദിവസം വരെ തികയുന്നത്, അതായത് 15 പിന്നത്തെ ഒരു 30, ഈ 30 ദിവസത്തേക്ക് നമ്മൾ ഹാഫ് പേയിൽ പകുതി സാലറിയിൽ നമ്മൾ വർക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ ടോട്ടൽ സാലറീൻ്റെ പകുതി എമൗണ്ടാണ് ഈ പറയുന്ന 30 ദിവസം നമുക്ക് കിട്ടുക. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 45 ദിവസമോ നമുക്ക് അതും മെഡിക്കൽ ലീവായിട്ട് കിട്ടും. പക്ഷേ ആ സിറ്റുവേഷനിൽ നമുക്ക് സാലറി ഉണ്ടാവില്ല, നമുക്ക് പേയ്മെൻറ്റ് ഇല്ലാതെ കിട്ടുന്ന ലീവാണ് പിന്നെയുള്ള 45 ദിവസം. അതായത് ടോട്ടൽ 90 ഡേയ്സ് നമുക്ക് കിട്ടും. ഇനി ഇത് കിട്ടാത്ത സിറ്റുവേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊബേഷൻ പീരീഡിനാണ് നമുക്ക് കിട്ടില്ല. അതുകൂടാതെ നമ്മുടെ തെറ്റുകൊണ്ട് നമുക്ക് വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നാർക്കോട്ടിക്സോ ആൽക്കഹോളിക്കോ ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ കൺസംഷൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത്തരം സിറ്റുവേഷനിൽ ഈ മെഡിക്കൽ ലീവ് എന്നുള്ളൊരു സംഭവം കിട്ടില്ല. പിന്നെ നമ്മൾ മെഡിക്കൽ ലീവിന് അർഹനാണെന്നുള്ളത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് ഡോക്ടർ, മെഡിക്കൽ എൻറ്റിറ്റിയിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് തരികയും വേണം. ഈ രണ്ട് സിറ്റുവേഷനിലാണ് നമുക്ക് മെഡിക്കൽ ലീവിന് അർഹത ഉണ്ടാവുക. ഇനി നമുക്ക് മെഡിക്കൽ ലീവ് എടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പനി അറിയിക്കണം. മെഡിക്കൽ ലീവ് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 3 days എങ്കിലും നമ്മൾ ഏറ്റവും മിനിമം നമ്മുടെ കമ്പനിയെ ഇൻഫോം ചെയ്തിരിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ടെർമിനേറ്റ് ചെയ്യാൻ കമ്പനിക്ക് കഴിയില്ല. ഈ 90 ഡേയ്സ് കാലയളവിനകത്ത് നമ്മൾ മെഡിക്കൽ ലീവ് എടുക്കാൻ നമുക്ക് പൂർണ്ണമായിട്ടുള്ള റൈറ്റ് ഉണ്ട്. നമ്മുടെ എല്ലാ യു ഐ കംപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള മെഡിക്കൽ ലീവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇൻഫർമേഷൻ കൊടുത്തു, നമ്മൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ടെർമിനേറ്റ് ചെയ്യാൻ ഇയാൾക്ക് കഴിയില്ല. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം, 90 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടെർമിനേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് നമ്മളവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന 1 year കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആളായിട്ട് കണക്കാക്കി നമ്മുടെ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ്സും തന്നിട്ട് നമ്മളവിടെ നിന്ന് പിരിച്ചുവിടാനും കഴിയുള്ളൂ എന്നുള്ളതും കൂടെ ഓർക്കുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതും ഇത് നമ്മുടെ ചാനലിൻ്റെ അകത്ത് പ്ലേലിസ്റ്റായിട്ട് സേവ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.